ഗായ്സ്, ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. എന്നും ഇത് പതിവില്ല കേട്ടോ. ചില ദിവസം രാവിലെ തന്നെ കുളിക്കും, ചില ദിവസം ധ്രുവ് ബേബിയുടെ ഡേ എങ്ങനെയാണോ അതുപോലെ ഉണ്ടാവും. അപ്പോൾ രാവിലെ എണീറ്റ് ഇതാ നമ്മുടെ മുന്നിൽ നമ്മുടെ പറമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എന്നും ഇത് ഇങ്ങനെ തന്നെയാണ്. കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ തടഞ്ഞു നിന്നിട്ടാണ് പിന്നെ അടുക്കളയ്ക്ക് പോവുക കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഉള്ള നമ്മുടെ പുറത്തുള്ള കാഴ്ചകളാണ്. പിന്നെ താഴെ ചെല്ലുമ്പോൾ എന്നും ഇത് പതിവുള്ള കാഴ്ചയാണ്. അമ്മ രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കത്തിക്കുണ്ടാകും. ശേഷം നമ്മുടെ മുറ്റത്തൊക്കെ വെറുതെ പോയി നിൽക്കും. അതിന് ശേഷം പാല് വാങ്ങാൻ പോവാണ്. നമ്മുടെ ഉമ്മർത്ത് തന്നെ വെൻഡർ വരും, അവിടെ നിന്നാണ് നമ്മൾ പാല് വാങ്ങുന്നത്. പിന്നെ അടുക്കളയ്ക്കുള്ള പോക്കാണ്. അതിന് ശേഷം ഒരു കട്ടൻ ചായ കുടിക്കും. അപ്പോൾ രാവിലെ തന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തിളയ്ക്കുന്ന വെള്ളം വേറൊന്നിനല്ല കേട്ടോ. രാവിലെ ഏട്ടന് പുട്ട് അത്ര പ്രിയമില്ലാത്തതുകൊണ്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ധ്രുവ് ബേബിക്കുള്ള തുളസിയിട്ട വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ധ്രുവ് ബേബിക്ക് കുളിക്കാനുള്ള പനിക്കൂർക്കയിലിട്ട വെള്ളവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഏട്ടന് പുട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഈ ചപ്പാത്തി കാണുമ്പോൾ ഇന്ത്യയുടെ ഭൂപടം കേട്ടോ എനിക്ക് ആദ്യം ഓർമ്മ വരിക. എന്നാൽ ഇപ്പം അത് മെച്ചപ്പെട്ടു എന്നല്ല, എന്നാലും ഏകദേശമൊക്കെ തട്ടിമുട്ടി ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. പിന്നെ ഒരാൾ രാവിലെ തന്നെ അടുക്കളയിൽ വന്ന് കാഴ്ചയൊക്കെ കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്നുള്ള പതിവാണ്, അച്ഛമ്മേൻ്റെ മടിയിൽ കയറിയിരിക്കൽ. അതിന് ശേഷം ധ്രുവ് ബേബിനെയും കൂട്ടി പണിയൊക്കെ ഒതുങ്ങിയ ശേഷം ഇങ്ങനെ പുറത്തു കൂടെയൊക്കെ ഒന്ന് കൊണ്ട് നടന്ന് അവനെല്ലാ രാവിലെയുള്ള എല്ലാ കാഴ്ചകളും ഒക്കെ കാണിച്ചു കൊടുക്കും കേട്ടോ. കിളികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ രാവിലെ നമ്മുടെ മുറ്റത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. കുറച്ച് പൂവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ധ്രുവ് ബേബിക്ക് കാണാനും വലിയ ഇഷ്ടമാണ്. അതിനുശേഷം റൂമിലേക്ക് ചെന്നുള്ള അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ബെഡൊക്കെ ഒന്ന് നേരെയാക്കണം, അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം ധ്രുവ് ബേബീനെ കുളിപ്പിക്കാൻ കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ധ്രുവ് ബേബീനെ കുളിപ്പിക്കുക, പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുളിപ്പിച്ച് വന്നതിന് ശേഷം ഇത് ഡെർമാഡ്യൂവിൻ്റെ ബേബി ലോഷനാണ് കേട്ടോ. ഇത് അവന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് ആണ്. അത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ അവന് ഞാൻ ക്ലോത്ത് ഡയപ്പറാണ് ഉപയോഗിക്കാറ്. അതാകുമ്പോൾ റീയൂസ് ചെയ്യാമല്ലോ. പിന്നെ എവിടെയെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് പാമ്പേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം അവന് ഞാൻ വൈറ്റമിൻ D3യുടെ ഒരു ഡ്രോപ്സ് കൊടുക്കാറുണ്ട്. ഇതൊരു വയസ്സ് വരെ കൊടുക്കാനാണ് കേട്ടോ തന്നത്. പിന്നെ ഓരോ മരുന്ന് കൊടുക്കും. എല്ലായിടത്തും അങ്ങനെയാണോ പറയണേ അറിയില്ല, ഓരോ മരുന്നാണ് പിന്നെ കൊടുക്കാറ്. പിന്നെ അതിന് ശേഷം എന്താ ആൾ കുളിച്ച് സുന്ദരനായിട്ട് എന്താ നിൽക്കുന്നത് കേട്ടോ. ഇന്ന് ധ്രുവ് ബേബി എന്താണെന്നറിയില്ല, സാധാരണ ഫീഡ് ചെയ്തിട്ട് പിന്നെ അവൻ ഉറങ്ങണതാണ് ഈ സമയത്ത്. ഇന്ന് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അത് കാരണം അവനെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ചേച്ചീൻ്റെ മക്കളുണ്ട്, അപ്പോൾ അവരുമായിട്ട് കളിച്ചോളും. പിന്നെ അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചായയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവരും പല ടൈമിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ഞാൻ രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ധ്രുവ് ബേബീൻ്റെ കാര്യം നോക്കാൻ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു, പിന്നെ ചായയുമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചപ്പാത്തിയും ചിക്കനും നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇന്ന് അത് കഴിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പുട്ടുണ്ടാക്കിയാൽ പുട്ടാണ് കേട്ടോ തിന്നാറ്. പിന്നെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത്. അതിനുശേഷം പിന്നെ ഒരു 10:45 ഇപ്പോൾ സമയം. 11 മണി ആകുമ്പോഴാണ് ധ്രുവ് ബേബിക്ക് ഞാൻ കുറുക്ക് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കലാണ് അടുത്ത പരിപാടി എന്ന് പറയണത്. ഓരോ ദിവസം ഓരോന്നാണ് കേട്ടോ അവന് കൊടുക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ സൂചി ഗോതമ്പ് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് കൊടുക്കുന്നത്. ചില ദിവസം ധാന്യങ്ങൾ പൊടിച്ചത്, അല്ലെങ്കിൽ ചില ദിവസം നമ്മുടെ അവിടെ കായയില്ലേ വാഴയ്ക്ക, അത് ഉണക്കി പൊടിച്ചതുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മാറി മാറിയാണ് കൊടുക്കാറ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. അതറിയാതെയാണ് ഈ മിക്സിയൊക്കെ വെച്ചിട്ട് പണിയെടുക്കണത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, വെച്ച് കഴിഞ്ഞ് ഓണാക്കിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ അത് മിക്സിയിൽ അടിക്കണമെന്നൊന്നുമില്ല കേട്ടോ.
പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചിട്ട് അതിൻ്റെ നീരൊക്കെ എടുത്തിട്ട് അവന് കുറുക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിന് ശേഷം അത് ആറാനായിട്ട് വെക്കും. വലിയ ചൂടിലല്ല കൊടുക്കണത്, എന്നാൽ നന്നായിട്ട് തണുത്ത് പോവാറുമില്ല കേട്ടോ. അങ്ങനെ ഒരു ഇതിലാണ് അവന് കൊടുക്കാറ്. കുറുക്കിൻ്റെ കൂടെ രാവിലെ തുളസിയിട്ട് തിളപ്പിച്ച വെള്ളം അതാണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ ഇതാ കുറുക്കൊക്കെ ആറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ധ്രുവ് ബേബീനെ അടുത്തൊന്ന് കുറുക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആളിതവിടെ അടിപൊളിയായിട്ട് ഇതവിടെ കിടക്കുന്നുണ്ട്. ഈ കിടത്തം മാത്രമേ ഉള്ളൂ കേട്ടോ, ആളങ്ങനെയൊന്നും കുടിക്കില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല, കുടിച്ചോളൂ. പിന്നെ അതിന് ശേഷം കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ ഫ്ലോറ് രാവിലെ തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് അമ്മ ഇവിടെ രാവിലെ ഓമയ്ക്കാണ് കേട്ടോ ഒന്ന് ഉച്ചത്തേക്ക് ഉപ്പേരി. അപ്പോൾ ഓമയ്ക്കയും വൻപയറുമാണ് ഉച്ചത്തേക്ക് ഉപ്പേരി ആയിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടെ അമ്മ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഉച്ചത്തേക്കൊക്കെ ഉള്ള കറി അമ്മ തന്നെയാണ് കേട്ടോ വയ്ക്കാറ്. പിന്നെ ഏട്ടൻ്റെ അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറുക്കൊക്കെ കൊടുത്ത് ധ്രുവ് ബേബീനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഉറങ്ങി നീക്കലാണ് കാണുന്നത്. അതിന് ശേഷം ധ്രുവ് ബേബി ഇതാ കറങ്ങാനൊക്കെ പോവാണ് കേട്ടോ. ഇങ്ങനെ പുറത്തു കൂടെയൊക്കെ ഉറങ്ങി നീച്ചാൽ അവനൊന്ന് ചുറ്റിക്കറങ്ങാനൊക്കെ ഒന്ന് പോകണം. പിന്നെ അതിന് ശേഷം ഉച്ചയായി. അപ്പോൾ ഇതാ നമ്മുടെ തോരനും പിന്നെ കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് തക്കാളിക്കറിയും പിന്നെ ഓമയ്ക്കയും വൻപയറും ഇട്ട തോരനും പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം നല്ല തകർത്ത് മഴ പെയ്തു കേട്ടോ. നല്ല മഴയും തണുപ്പായത് കാരണം ധ്രുവ് ബേബി ഉറങ്ങി കേട്ടോ. പിന്നെ വേറൊന്നും എനിക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം മഴയൊക്കെ കണ്ട് അവിടെ ഇരുന്നേ. അതിന് ഒരു 3:30-4 മണിയൊക്കെ ആവാൻ നേരമായപ്പോഴത്തേനും ധ്രുവ് ബേബി ഇതാ എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്ലേ ടൈമാണ് കേട്ടോ. അവൻ ഇങ്ങനെ ഓരോ വിക്രസും കാട്ടിയാണ് ഇങ്ങനെ ഇരിക്കും. പിന്നെ അവൻ്റെ ടോയ്സൊക്കെ കൊണ്ട് ഇങ്ങനെ കളിക്കും കേട്ടോ അവനെ. കാല് 4:20 ആകുമ്പോഴത്തേനും ചേച്ചീൻ്റെ മോനാണ്, അവൻ സ്കൂളിൽ നിന്ന് വരുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ധ്രുവ് ബേബി പിന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് ചായ കുടിക്കാറ്. അപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ധ്രുവ് ബേബി മഴ കണ്ടിട്ട് പുറത്തിറങ്ങാൻ ബഹളം വെച്ചിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അമ്മ രാവിലേക്കുള്ള വെള്ളയപ്പത്തിൻ്റെ മാവ് അരച്ച് വെക്കായിരുന്നു. പിന്നെ ഒരു 6 മണിയാകുമ്പോഴത്തേനും വിളക്കൊക്കെ കത്തിക്കും. കത്തിച്ചതിന് ശേഷം ആളിവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും പതിവുള്ളതാണ്. അവന് വിളക്ക് കണ്ടാൽ എന്താ അറിയില്ല, എന്തൊക്കെയോ പറയണ കേൾക്കാം. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും ധ്രുവ് ബേബിക്ക് കുറുക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ പരിപാടിയിലാണ്. അപ്പോൾ കുറുക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് രാവിലത്തെ പോലെ തന്നെ ആറാൻ വെക്കും. അതിന് ശേഷം ധ്രുവ് ബേബിക്ക് കുറുക്കൊക്കെ കൊടുക്കും. പിന്നെ അവനെ ഒന്ന് മേലൊക്കെ ചൂടുവെള്ളത്തിലാണ് കേട്ടോ മേലൊക്കെ കഴുകിച്ച് കൊണ്ടുവരും. വൈകുന്നേരത്തെ കുറുക്കൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ധ്രുവ് ബേബി കുറച്ചധികം നേരം കിടന്നുറങ്ങും കേട്ടോ. പിന്നെ അവന് എണീക്കുന്നത് ഒരു 8 മണി, ചിലപ്പോൾ 8:30 ആകും. ആ സമയത്താണ് എണീക്കുക. അപ്പോൾ ആളിതാ 8:30 ആയപ്പോഴത്തേനും എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ 9:30 ആകുമ്പോഴത്തേനും ധ്രുവ് ബേബിക്ക് പിന്നെ ഉറക്കം വരും കേട്ടോ. 9:30 ആകുമ്പോഴത്തേനും ആൾ ഉറക്കം തൂങ്ങിട്ട് തുടങ്ങും. പക്ഷേ ഉറങ്ങുമൊന്നുമില്ല കേട്ടോ. ഉറങ്ങണമെങ്കിൽ ഒരു യുദ്ധം തന്നെ കഴിയണം. അവസാനം എന്താ യുദ്ധമൊക്കെ കഴിഞ്ഞ് ആളിതാ ഉറങ്ങി. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ദിവസം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.